നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 6-ാം തീയതി 1200-ാം ആണ്ട് ചിങ്ങമാസം 21-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് അത്തം നക്ഷത്രം. വളരെ ഐശ്വര്യപ്രദമായ നക്ഷത്രവും കൂടിയാണ് അത്തം നക്ഷത്രം. ഇന്ന് വെള്ളിയാഴ്ചയായി വന്നിരിക്കുകയാണ്. വെള്ളി എന്ന് പറഞ്ഞാൽ ശുക്രവാരം, ശുക്രൻ്റെ ദിവസം. ശുക്രൻ്റെ ദിവസം വരികയും ശുക്രൻ എന്ന് പറയുമ്പോൾ സർവ്വ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്ന ദശകളിലൊന്നാണ്, അല്ലെങ്കിൽ നക്ഷത്രങ്ങളിലെ ദിവസങ്ങളിലൊന്നാണ് ശുക്രൻ്റെ ദിവസം. അതുകൊണ്ടാണ് എല്ലാവരും തമാശയ്ക്കെങ്കിലും പറയും അവനിപ്പോൾ ശുക്രദശ അല്ലെങ്കിൽ അവർക്കിപ്പോൾ ശുക്രദശ എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരിൽ നിന്ന് അത്രയും ശോഭിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അസൂയ കൊണ്ട് മറ്റുള്ളവർ പറയുന്നതാണ് അവർക്കിപ്പോൾ ശുക്രദശ. ആ ശുക്രൻ്റെ ദിവസമാണെന്ന്. മാത്രമല്ല അത്തം നക്ഷത്രവും വന്നിട്ടുണ്ട്. നമ്മളൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. ശുക്രൻ സമ്പൽ സമൃദ്ധിയെ പ്രദാനം ചെയ്തു തരും, സമ്പത്തിനെ തരും, സന്തോഷത്തെ പ്രദാനം ചെയ്തു തരും. കല്യാണം നടക്കാത്തവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. വിവാഹ തടസ്സം മാറാനും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ ചില ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിന് പരിഹാരം ഉണ്ടാവാനും ഒക്കെ ഇടവരുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് ഈ ഒരു വർഷത്തെ മാക്സിമം, നമുക്ക് നല്ലൊരു വർഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ വർഷത്തെ മാക്സിമം വിനിയോഗിക്കുന്നതിലാണ് നമ്മളെ ബുദ്ധി. അപ്പോൾ നമ്മളത് അറിയുന്നത് എന്തിനാണ്? നമുക്ക് ആ ഒരു വർഷത്തെ എങ്ങനെയെന്നറിഞ്ഞാൽ നമുക്ക് ആ വർഷവും ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭാഗ്യദായകമായ ഒരു വർഷത്തെയാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നു എന്നറിയുക. അപ്പോൾ ഓരോ കാര്യത്തിന് ഇറങ്ങണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ദശാനാഥൻ്റെ ഫലം കിട്ടാൻ വേണ്ടി ശുക്രപ്രീതി വരുത്തണം. ശുക്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. വെള്ളിയാഴ്ച വ്രതം നോക്കി പോകണം. വ്രതം എന്ന് പറയുമ്പോൾ എന്താണ്? അന്ന് ശരിക്ക് മാംസാഹാരം കഴിക്കാതെ, മത്സ്യമാംസാദികൾ കഴിക്കാതെ ശുദ്ധവൃത്തിയായിട്ട് ഇരുന്ന് ദേവിയെ ഭജിക്കണം. അത് ഏത് മതാചാരപ്രകാരമായാലും മാതാവ് രൂപത്തിലുള്ള ദേവിയെ ഭജിക്കണം. ദേവീ പ്രീതി വരുത്തി പോകുമ്പോൾ ഈ ദോഷഭാവങ്ങൾ മാറി നമുക്ക് ഐശ്വര്യപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തരും. ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നും ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ രാവുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും. രാവുകാല സമയം 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:52 തൊട്ടാണ് രാവുകാലം ആരംഭിക്കുന്നത്. അത് 12:23 വരെ രാവുകാല സമയമുണ്ട്. യാത്ര അതുപോലെയുള്ള കാര്യങ്ങൾക്ക് രാവുകാലം ഒഴിവാക്കുക, ശുഭയാത്രയ്ക്ക്. അതുപോലെ നമുക്ക് പ്രകൃതിക്ക് അനുവദനീയമായിട്ടുള്ള 2 നെഗറ്റീവ് സമയങ്ങളാണ് ഗുളികകാലവും യമകണ്ഠകാല സമയവും. ഇപ്പോൾ ഗുളികകാല സമയം വരുന്നത് 7:49 വരെ തൊട്ട് 9:21 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 3:25 തൊട്ട് 4:56 വരെയും. ഈ സമയം ശുഭകാര്യങ്ങളൊന്നും ചെയ്യരുത്, ശുഭകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട് അഭിജിത്ത് മുഹൂർത്തം. കാരണം ആ ഒരു ദിവസത്തിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ഈ സമയം ഇന്നും വരുന്നത്, അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം വരുന്നത് 11:59 തൊട്ട് ആരംഭിക്കും. 48 നേരം, 12:47 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ്.
അപ്പോൾ നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. വസ്ത്രധാരണം നോക്കുമ്പോൾ റെഡ് മിക്സായിട്ടുള്ള കളർ അല്ലെങ്കിൽ റെഡ് കളറ് നമുക്ക് ഇന്ന് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ നമുക്ക് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ചുവന്ന പൊട്ടായിട്ടെങ്കിലും നെറ്റിയിൽ തൊടുക, അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ വയ്ക്കുക. നമ്മളിലേക്ക് ശുക്രൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് വസ്ത്രധാരണത്തിനും വളരെ പങ്കുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും പ്രകൃതി മാതാവ് നല്ലത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.